അപ്പോഴേ ഇതെന്താന്ന് മനസ്സിലായോ? ഇത് തെങ്ങിൻ്റെ കൂമ്പാണ് കേട്ടോ. പണ്ടൊക്കെ ആർക്കും വേണ്ടത് ഇഷ്ടം പോലെ കിടന്നിരുന്ന സാധനമാണ്. ഇപ്പോൾ ഇത്രയും സാധനം കൂടെ ഞാൻ 200 രൂപ കൊടുത്താണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ മണ്ടയുണ്ട്, അത് നമുക്ക് പൊളിച്ച് തിന്നാലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ കൂമ്പൊന്ന് കുറുക്കി കഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ സ്ത്രീകൾക്കുണ്ടാകുന്ന നടുവേദനയും കാര്യങ്ങളും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്ന് പോലെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണിത് കേട്ടോ. അപ്പം ഇത് കിണ്ണത്തപ്പം പോലാണ് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പം തെങ്ങിൻ്റെ ആ മണ്ട ഉണ്ടല്ലോ, അത് നമുക്ക് തിന്നാൻ വേണ്ടി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ മേടിച്ചതാണ്. അപ്പം ഇത് കരിപ്പൂട്ടിയാണ് എടുത്തേക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തലേന്ന് രാത്രിയിൽ നാഴിപ്പച്ചരി വെള്ളത്തിലിട്ടിട്ടാണ് കുതിർക്കാനായിട്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത്. അപ്പം ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടത്തിൽ കൂമ്പും പിന്നെ കരിപ്പൊട്ടി നമ്മൾ ഉരുക്കി അരിച്ചെടുത്തതാണ്. അതും കുറച്ച് നെയ്യും 2 കഷ്ണം ഏലക്കായും കുറച്ച് തേങ്ങയും എല്ലാം കൊണ്ട് മിക്സിയിലിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഈ പരുവത്തിൽ അധികം ലൂസൊന്നും ആവരുത്, അത്യാവശ്യം കട്ടിക്ക് നമ്മളത് എടുക്കണേ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് നെയ്യ് തടവിയിട്ട് അതിനകത്ത് കിണ്ണത്തപ്പം പോലെ കോരി ഒഴിച്ചുണ്ടാക്കി നല്ല ആവിയിൽ വേവിച്ചെടുത്ത നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് കേട്ടോ. പക്ഷേ പിള്ളേർക്കൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കിണ്ണത്തപ്പം കഴിക്കുന്നില്ല, അല്ലാതെ കൂമ്പിൻ്റെ ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കുണ്ടാകുന്ന നടുവേദന എല്ലാം മാറും ഇതൊക്കെ കഴിച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.